ആ വിടട കാല. ഓ എൻ്റെ മഹാദേവാ, ഇവൻ എവിടെ തൊട്ടാലും എനിക്ക് പണിയാണല്ലോ. കൈയെല്ലാം ഉരുക്ക് പോലെ ഇരിക്കുന്നത്. എൻ്റെ പെങ്ങളു കൊച്ചിൻ്റെ വിധി. അവൻ മുകളിലേക്ക് നോക്കി കൈ നിവർത്തിക്കൊണ്ട് പറഞ്ഞതും കണ്ണനൊരു പുഞ്ചിരിയോടെ പുറത്തേക്ക് നോക്കി നിന്നു. കുറച്ചു സമയം രണ്ടുപേർക്കുമിടയിൽ നിശബ്ദമായി കടന്നുപോയി. അല്ലളിയ, അതൊക്കെ പോട്ടെ, നീ എങ്ങനെ എൻ്റെയും ധരയുടെയും കാര്യം അറിഞ്ഞത്? ഞാനത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കിച്ചു അവനോടായി ചോദിച്ചു. പറയുന്നത് എന്തിനാ? കണ്ടാലറിഞ്ഞൂടെ? നിന്റെ കണ്ണുകൾ ഏതു നേരവും അവളുടെ മുഖത്ത് തന്നെയാണല്ലോ. അതിനവനൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. ഓ, ഈ പൊട്ടന് പോലും മനസ്സിലായി. എന്നിട്ടും ആ പൂതനയ്ക്ക് മാത്രം ഒന്നും മനസ്സിലായില്ലല്ലോ എൻ്റെ മഹാദേവ. അവൻ പതിയാണ് പെറുപുറത്തതെങ്കിലും കണ്ണൻ അത് വ്യക്തമായി കേട്ടിരുന്നു. ഡാ, അയ്യോ! അവൻ ദേഷ്യത്തോടെ കിച്ചുവിൻ്റെ നേരെ വന്നതും അവൻ നിലവിളിച്ചുകൊണ്ട് അകത്തേക്കോടി. നിൽക്കട അവിടെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. അവൻ്റെ പിന്നാലെ തന്നെ കണ്ണനും ഓടി അകത്തേക്ക് കയറി. അയ്യോ അളിയ, അബദ്ധമൊന്നും കാണിക്കല്ലേ, നിന്റെ പെങ്ങൾ വിധവയായി പോകുമടാ. ഓട്ടത്തിനിടയിൽ കിച്ചു തിരിഞ്ഞു നിന്ന് പറയുന്നത് കേട്ടതും കണ്ണൻ അറിയാതെ ചിരിച്ചുപോയി. ഒട്ടും വൈകാതെ തന്നെ ആ ചിരി കിച്ചുവിൻ്റെ ചുണ്ടിലും വിടർന്നു. രുദ്ര, ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ? രാവിലെ കൈലാസത്തിൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശി രുദ്രനോടായി തൻ്റെ ആവശ്യം പറഞ്ഞത്. എന്നാൽ രുദ്രൻ അതിന് മറുപടി ഒന്നും പറയാതെ മുഖം കുനിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. മുത്തശ്ശി അതത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. രുദ്രനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും കിച്ചു മറുപടി പറഞ്ഞു. അതെന്താ മോനെ, മോൾക്ക് ഞങ്ങളോടൊക്കെ ഇപ്പോഴും ദേഷ്യമാണോ? അവൻ പറഞ്ഞത് കേട്ട് സങ്കടത്തോടെ ആവൃത്ത ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, കുഞ്ഞിക്ക് ഇപ്പോഴും ഒന്നും അറിയില്ലല്ലോ. കുഞ്ഞില്ലാതെ അമ്മ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? അതാ ഞാൻ അങ്ങനെ പറഞ്ഞ്. അല്ലാതെ അമ്മയ്ക്ക് നമ്മളോടൊന്നും ഒരു ദേഷ്യവും കാണില്ല. മുത്തശ്ശിയെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ കിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമോളോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞൂടെ രുദ്ര? കിച്ചു പറഞ്ഞതും മുത്തശ്ശൻ രുദ്രനോടായി ചോദിച്ചു. അതിനവൻ അയാളെ ദയനീയമായി ഒന്ന് നോക്കിയതേ ഉള്ളൂ. മുത്തശ്ശ, കുഞ്ഞിയുടെ മനസ്സിൽ അവളുടെ അച്ഛൻ ഗർഭിണിയായ അവളുടെ അമ്മയെ ഉപേക്ഷിച്ചു പോയ ദുഷ്ടനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അവൾ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അവളുടെ ജീവിത സാഹചര്യങ്ങൾ അവളെ അങ്ങനെ വിശ്വസിക്കാനാണ് പ്രേരിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവളോട് പോയി സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയില്ലേ? മുത്തശ്ശനോടെ കണ്ണൻ മറുപടി പറഞ്ഞതും നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് രുദ്രൻ എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. പാവം, 18 വർഷമായി എൻ്റെ കുട്ടി സമാധാനം എന്തെന്നറിഞ്ഞിട്ട്. അവൻ്റെ പോക്ക് നോക്കി ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ആ നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ ലേടെ നേരെ തിരിഞ്ഞതും അവൾ കുറ്റബോധത്തോടെ തലതാഴ്ത്തിയിരുന്നു. നീ എന്താ കിച്ചു ഈ പറയുന്നത്? അപ്പോൾ നിളനിൻ്റെ സ്വന്തം അനിയത്തിയായിരുന്നു? കോളേജിലെ അവരുടെ സ്ഥിരം പ്ലേസിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞിയുടെ കാര്യം സായിയോടും യദുവിനോടും ക്രിസ്റ്റിയോടുമായി പറയുകയായിരുന്നു കിച്ചുവും കണ്ണനും. അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതിനി മറ്റാരും അറിയരുത്. കുഞ്ഞ് അറിഞ്ഞാലുള്ള ഭവിഷ്യത്തറിയാലോ. അയ്യോ, ഞങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും പുറത്തു പോയില്ലേ? കിച്ചു പറഞ്ഞതും ഇത് വായിൽ കൈകൾ കൊണ്ട് മൂടിക്കൊണ്ട് പറഞ്ഞു. എന്നാലും നിന്റെ അപ്പച്ചി എന്തൊരു സ്ത്രീയാടാ. സ്വന്തം സഹോദരൻ്റെ ജീവിതമാണെന്ന് പോലും ഓർക്കാതെയല്ലേ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. അതിലനുഭവിച്ചതൊക്കെയും നിന്റെ പാവ അമ്മയും. അത് പറയുമ്പോൾ സായിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഇവൻ്റെ അമ്മ മാത്രമോ? അപ്പോൾ ഇവൻ്റെ അനിയത്തിയോ? എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച് ആ കുട്ടിയാണ് നിള. അച്ഛയില്ലാതെ വളരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ മറ്റേക്കാളും എനിക്ക് നന്നായി മനസ്സിലാവും. അത് പറയുമ്പോൾ യദുവിൻ്റെ കണ്ണുകൾ ചെറുതായി ഈറനായി. യദുവിൻ്റെ അച്ഛൻ അവൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അതിനുശേഷം അവൻ്റെ അമ്മ ഒറ്റയ്ക്കായിരുന്നു അവനെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് തന്നെ അച്ഛയില്ലാത്തതിൻ്റെ വിഷമം അവന് നല്ലതുപോലെ തന്നെ അറിയാം. ക്രിസ്റ്റി അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണുകൾ ചിമ്മി കാണിച്ചു. അവൻ ക്രിസ്റ്റിയെ നോക്കി ഒരു നേർത്ത പുഞ്ചിരി സമ്മാനിച്ചു. എങ്കിലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷമം എല്ലാവർക്കും മനസ്സിലായിരുന്നു. അല്ലടാ, അതൊക്കെ പോട്ടെ, ഇവൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ നിന്റെ മുറപ്പെണ്ണല്ലേ കണ്ണാ? സന്ദർഭത്തിന് അയവ് വരുത്തുന്നത് പോലെ കിച്ചുവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് സായി കണ്ണനോടായി ചോദിച്ചതും യദുവും ക്രിസ്റ്റിയും ചിരിയടക്കി. മോനെ സായിക്കുട്ട, കൂടുതൽ ഊതല്ലേ? പിന്നെ എൻ്റെ പെങ്ങൾ ഇവൻ്റെ മുറപ്പെണ്ണൊക്കെ തന്നെ. പക്ഷേ എൻ്റെ പെങ്ങളാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഇവൻ അവൾക്ക് വേണ്ടി ചൂണ്ടയിട്ടിരുന്നുവെന്ന് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. അല്ലേടാ കള്ളക്കണ്ണ? ഇടിച്ച് കൊല്ലുന്നോടാ കോപ്പെ. കണ്ണൻ്റെ മുതുകിനിട്ട് ഒരു ഇടി കൊടുത്തുകൊണ്ട് കിച്ചു പറഞ്ഞതും അവൻ തിരിച്ച് അവൻ്റെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് അലറി. അപ്പോൾ ഇവൻ അവൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു? സായി സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. അതൊക്കെ എന്നേ ചെയ്തു അല്ലേടാ ധ്രുവ് മാധവ? പൊടാ. കിച്ചു കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും കണ്ണൻ അവനെ നോക്കി കണ്ണുരുട്ടി. ആ സമയം അവൻ്റെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. അപ്പോഴാണ് കുഞ്ഞിയും ആമിയും അജുവും കൂടി അവിടേക്ക് നടന്നു വരുന്നത് യദു കണ്ടത്. ദേ വരുന്നടാ നിന്റെ പെങ്ങളും അവളുടെ വാലുകളും. ഡാഡാ, യദു പറഞ്ഞത് കേട്ടതും ക്രിസ്റ്റി അവനെ ഒന്ന് കടുപ്പിച്ച് വിളിച്ചു. ഓ സോറി മച്ചു, അതിൽ നിന്റെ പെണ്ണും ഉണ്ടല്ലോ അല്ലേ? അത് ഞാൻ ഓർത്തില്ല. ഇതൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും അവർ നടന്ന് അവരുടെ അടുത്തെത്തിയിരുന്നു.
എന്താണ് അളിയ, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ആമിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പുരുകം പൊക്കിയും തഴുത്തിയും കാണിച്ചുകൊണ്ട് അജു ചോദിച്ചതും ക്രിസ്റ്റി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്താണ് മിസ്റ്റർ തുറച്ചു നോക്കുന്നത്? ഇതേ എൻ്റെ പെങ്ങളാ. ക്രിസ്റ്റിയുടെ നോട്ടം കണ്ടതും ആമിയെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ട് ബാക്കിയുള്ളവർ ക്രിസ്റ്റിയെ നോക്കി ചിരി കടിച്ചു പിടിച്ചിരുന്നു. ഡാഡാ, കൂടുതൽ അങ്ങോട്ട് ഓവറാവല്ലേ. നിന്റെ പെങ്ങളാണെങ്കിലേ അവളെൻ്റെ പെണ്ണാണ്. അവളെ നോക്കാനും കാണാനും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അവകാശമുള്ളവനാണ് ഞാൻ. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അവളെ ഇനി നോക്കുക മാത്രമല്ല, വേണമെങ്കിൽ തൊടുകയും തലോടുകയും ചിലപ്പോൾ ഉമ്മ വയ്ക്കുകയും ചെയ്യും. അവൻ അല്പം കൂർത്ത സ്വരത്തിൽ പറഞ്ഞതും അജു വായും തുറന്നു നിന്നുപോയി. ചേച്ചേ മ്ലേച്ചൻ, നിങ്ങൾ ഇത്തരക്കാരനായിരുന്നു മനുഷ്യ. ഡി ആമി, നിനക്ക് ഇങ്ങനെ തന്നെ വേണോടി. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഡാ, അജു ആമിയെ നോക്കി പറയുന്നത് കേട്ടതും ക്രിസ്റ്റി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആമിയുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. ഇവളെ എൻ്റെ പെണ്ണ, എൻ്റെ ഭാര്യയാകാൻ പോകുന്നവൾ. മനസ്സിലായോടാ? അതിന് ആമയുടെ തോളി പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞതും അസ്ഥാനത്തുള്ള അജുവിൻ്റെ പറച്ചിൽ കേട്ടതും ക്രിസ്റ്റി വായും തുറന്നിരുന്നു പോയി. ബാക്കിയുള്ളവർ ചിരി കടിച്ചു പിടിച്ചിരുന്നു. ഇവനെ കൊണ്ട് വാടി ഇവിടെ, ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അവൻ അജുവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ആമയുടെ കയ്യും പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഹലോ മിസ്റ്റർ, എങ്ങോട്ടാ? കാമുകയേ ആയിട്ടുള്ളൂ, ഭാര്യ ആയിട്ടില്ല. അതുകൊണ്ട് ഒളിഞ്ഞും പാത്തുമുള്ള സംസാരമൊന്നും വേണ്ട. അവരുടെ അടുത്തേക്ക് ചെന്ന് ഗമയിൽ അത് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴാണ് ക്രിസ്റ്റി ആമയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടത്. നോ, സ്പർശനയെ പാപം, ദർശനയെ പുണ്യം എന്നാണല്ലോ മുനിവര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ പുന്നാരളിയെ ഈ കൈ ഒന്ന് വിട്ടേ. ആമയുടെ കയ്യിൽ നിന്നും ക്രിസ്റ്റിയുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അജു പറഞ്ഞതും ക്രിസ്റ്റി അവനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് പല്ല് കടിച്ചു. ഓ, ഇങ്ങനെ കടിച്ച് പൊട്ടിക്കാതെ മനുഷ്യ, അതങ്ങ് ഇളങ്ങിപ്പോവും. പിന്നെ ഈ ആമി പെണ്ണ് പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല അല്ലേടി? അവൻ ചുണ്ടുകൾ പൊട്ടിക്കൊണ്ട് പറഞ്ഞതും ക്രിസ്റ്റി ആമിയൊന്ന് സൂക്ഷിച്ചു നോക്കി. അത് കണ്ടതും അവളില്ല എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. എല്ലാവരും അവരുടെ ഈ കളികൾ ഒരു ചിരിയോടെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അല്ല ചായ, നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഈ വെള്ളമടി ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരാണോ? എന്തിനാ? അല്പസമയത്തിന് ശേഷം അജു അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടനെ പിടിച്ച് കറക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും ക്രിസ്റ്റി സംശയത്തോടെ നെറ്റി ചുളിച്ചു. അത് പിന്നെ വീട്ടിൽ സ്റ്റോക്ക് വല്ലതുകൊണ്ട് നമുക്കൊന്ന് കൂടായിരുന്നു. നാണത്തോടെ പറയുന്നവനെ നോക്കി എല്ലാ എണ്ണവും പകച്ചിരുന്നു പോയി. ഇവനെന്ന് ഞാൻ വിട് മനുഷ്യൻ, എൻ്റെ കൈ. അവൻ്റെ സംസാരം കേട്ട് ക്രിസ്റ്റി അവൻ്റെ കൈ പിടിച്ച് തിരിച്ചതും അവൻ അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി. മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിനു മുന്നേ അവൻ വെള്ളമടിക്കാൻ നടക്കുന്നു. ക്രിസ്റ്റി അവൻ്റെ കഴുത്തിൽ പിടിച്ച് കുനിച്ച് നിർത്തിക്കൊണ്ട് അവൻ്റെ മുതുകത്ത് നോക്കി 4 എണ്ണം കൊടുത്തു. അയ്യോ, ഞാൻ വൈനാണ് ഉദ്ദേശിച്ചത് എൻ്റെ അച്ചായ, അല്ലാതെ ഞാൻ അത്രക്കാരൻ നഹിഹേ. വിട് ക്രിസ്റ്റി, അവൻ അവൻ്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ലേ. നീ വിഷമിക്കേണ്ട രാജു, എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ഒറ്റ കണ്ണിറുക്കിക്കൊണ്ട് പറയുന്നവനെ കണ്ടതും അജുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. ആ നിമിഷം തന്നെ അവ കുറുകുകയും ചെയ്തു. സത്യം പറ മനുഷ്യ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് അവൻ നേരെ കണ്ണൻ്റെ മുന്നിൽ വന്നു നിന്നു. ശേഷം ഒരു പുരുകം പൊക്കി അല്പം ഗൗരവത്തോടെ ചോദിച്ചതും കണ്ണൻ അവനെ സംശയത്തോടെ നോക്കി. അല്ല, എന്നെ നന്നായിട്ടങ്ങ് പതപ്പിക്കുന്നുണ്ടല്ലോ. എന്താ ഉദ്ദേശം? എൻ്റെ അടുത്ത പെങ്ങളെ എങ്ങാനും കെട്ടിച്ചു തരാനോ മറ്റോ ആണോ? ഇരു കൈയും ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ഗൗരവത്തോടെ അവൻ ചോദിച്ചതും കണ്ണനും കുഞ്ഞിയും കിച്ചു ഉൾപ്പെടെ അവിടെ ഇരുന്ന എല്ലാ എണ്ണവും ഞെട്ടിപ്പോയി. ഇവനെ ഇന്ന് ഞാൻ അയ്യോ! പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണൻ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അജു ഒരു നിലവിളിയോടെ അവിടെ നിന്ന് ഓടി. നിൽക്കടാ അവിടെ! അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ കണ്ണനും അവൻ്റെ പിന്നാലെ ഓടിയതും അതുവരെ ചിരി കടിച്ചു പിടിച്ചിരുന്ന എല്ലാ എണ്ണവും അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. ഇവരുടെ ഈ കളിച്ചിരികളൊക്കെ സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെ വരാന്തയിൽ നിന്നുകൊണ്ട് സിദ്ധാർത്ഥ് നോക്കിക്കാണുകയായിരുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവൻ്റെ മുഖത്ത് മറ്റെന്തോ ഭാവം തെളിഞ്ഞു. ഒരു നിമിഷം കൂടെ അവരെ നോക്കി നിന്ന ശേഷം അവൻ വെട്ടിത്തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. അവൻ പോയതും തൂണിൻ്റെ മറവിൽ നിന്ന് അപർണ ഒരു പുച്ഛം കലർന്ന ചിരിയോടെ ഇരുവരെയും മാറി മാറി നോക്കി. എക്സ്ക്യൂസ് മീ സാർ. സ്റ്റാഫ് റൂമിൽ ഇരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അപർണ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. എസ് അപർണ, വാട്ട് യു വാണ്ട്? എനിത്തിങ് ഡൗട്ട്സ്? അവൻ സംശയത്തോടെ ചോദിച്ചതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നോ സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംതിങ് പേഴ്സണൽ. അവൾ ചോദിച്ചതും അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സാർ. അവൻ നോക്കുന്നത് കണ്ട് അവൾ അവനെ വീണ്ടും വിളിച്ചു. ഈവനിങ് 4:30 ബീച്ചിൽ വന്നാൽ മതി. ഓക്കെ സർ, താങ്ക് യു. അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ അവൾക്ക് എന്താ പറയാനുള്ളതെന്ന ചിന്തയായിരുന്നു. ഈ കുഞ്ഞി ആമി. ഫ്ലാറ്റിന് താഴെയുള്ള പാർക്കിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾ കളിക്കുന്നത് നോക്കുകയായിരുന്ന കുഞ്ഞിയെ ആമി. അപ്പോഴാണ് അവരെ ഉറക്കെ വിളിച്ചുകൊണ്ട് അജു അങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്തുവാടാ? എന്തിനാടാ പട്ടിയെപ്പോലെ ഇങ്ങനെ കിടന്ന് കിതയ്ക്കുന്നത്? പട്ടി നിൻ്റെ അച്ഛൻ. ആമി പറഞ്ഞത് കേട്ട് അവൻ ചുണ്ടുപൊട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അച്ഛൻ തന്നെയാണ് നിൻ്റെയോ അച്ഛൻ. കുറുക്കിക്കൊള്ളുന്ന അവളുടെ മറുപടി കേട്ടതും അവൻ അവളെ നോക്കി പല്ല് കടിച്ചു. എന്താടാ, എന്തിനാ നീ കിടന്ന് അലച്ചു പോകുന്നേ? കുഞ്ഞി അവനോടായി ചോദിച്ചു.
ഡി കുഞ്ഞി, നമ്മുടെ ഫ്ലാറ്റിൻ്റെ എതിരെയുള്ള ഫ്ലാറ്റിൽ പുതിയ താമസക്കാർ വന്നടി. ആവേശത്തോടെ അവൻ പറയുന്നത് കേട്ടതും അവർ അവനെ ഒന്ന് ചൂഴ്ന്നു നോക്കി. നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവരുടെ നോട്ടം കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു. എന്ത് പ്രായം വരും? അവൻ്റെ ചോദ്യത്തെ മൈൻഡ് ചെയ്യാതെ ആമി വീണ്ടും അവനോടായി ചോദിച്ചു. ആർക്ക്? അവിടുത്തെ പെങ്കൊച്ചിന്. ചോദിച്ചില്ല. ഏറിയാൽ 15ഓ 16ഓ ആയി കാണും. കവളൊന്നൊഴിഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് കേട്ടതും രണ്ടുപേരും അവനെ അടിമുടിയൊന്ന് നോക്കി. അവരുടെ നോട്ടം കണ്ടതും അവനൊന്ന് എളിച്ചു കാണിച്ചു കൊടുത്തു. നീ നന്നാവില്ലടാ. അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു പറഞ്ഞുകൊണ്ട് കുഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് ഫ്ലാറ്റിലേക്ക് നടന്നു. അവളുടെ പിറകെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആമിയും പോയി. ഇതിപ്പോൾ ഞാനെന്താ ചെയ്തത്? അതോ ആലോചിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു. എന്താ തനിക്ക് പറയാനുള്ളത്? ബീച്ചിൽ കടലിലേക്ക് നോക്കി നിൽക്കുന്ന അപർണയോടായി സിദ്ധാർത്ഥ് ചോദിച്ചതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച്. സാറിന് നിളയെ ഇഷ്ടമാണല്ലേ? യാതൊരു മുഖവുരയും കൂടാതെ അവൾ ചോദിക്കുന്നത് കേട്ടതും അവൻ്റെ നെറ്റിയൊന്ന് ചൊളിഞ്ഞു. താൻ എന്താ അങ്ങനെ ചോദിച്ചത്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. സാർ പറയ്, സാറിന് അവളെ ഇഷ്ടമാണോ? ആ കുട്ടിയെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാ ഉള്ളത്? അവൾ ചോദിച്ചത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ആ ഇഷ്ടമല്ല, സാറിന് അവളോട് പ്രണയമുണ്ടോ എന്നാണ്. കിച്ചു അവളോട് കൂടുതൽ അടുത്ത് സംസാരിക്കുമ്പോൾ സാറിൻ്റെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതാ ചോദിച്ചത്. അവൾ ചോദിച്ചത് കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി. എങ്കിൽ അവളെ സ്വന്തമാക്കാൻ സാറിന് ഞാൻ സഹായിക്കാം. മനസ്സിലായില്ല? അതായത് അവളെ കിച്ചുവിൽ നിന്നും അകറ്റി സാറിന് തരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തു പറയുന്നു? അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് ചിരിച്ചു. കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇതുകൊണ്ട് തനിക്കുള്ള നേട്ടം? സിമ്പിൾ, നിരഞ്ജൻ. അവനെ എനിക്കിഷ്ടമാണ്, അവനെ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരെ കൊല്ലാനും എനിക്ക് യാതൊരു മടിയുമില്ല. ഒരു നിമിഷം അവളുടെ ഭാവമാറ്റം അവൻ നോക്കി നിന്നു. ഓക്കെ ഡി. അവൻ അവളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ കൈ ചേർത്തു. ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. കുഞ്ഞിയും കിച്ചുവും തമ്മിൽ ഇപ്പോൾ വല്ലാത്തൊരു അടുപ്പ് ഉടലെടുത്തു കഴിഞ്ഞു. സ്വന്തം സഹോദരനാണെന്നറിയാതെ തന്നെ അവൾ അവൻ്റെ കുഞ്ഞനുജത്തിയായി മാറിക്കഴിഞ്ഞു. അവൾ അവൻ്റെ അനുജത്തിയാണെന്ന വിവരം അവൻ്റെ 5 കൂട്ടുകാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു. ഇതിനിടെ രുദ്രൻ പലപ്പോഴും ഗൗരിയെ കാണാൻ വന്നുവെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്തിരുന്നില്ല. അവൾ എത്രയൊക്കെ അവഗണിച്ചിട്ടും അവൻ വീണ്ടും വീണ്ടും അവളുടെ പിന്നാലെ നടക്കുമായിരുന്നു. ഒരിക്കൽ താൻ അവളോട് ചെയ്തു പോയ തെറ്റിന് ഇതൊന്നും ഒരു ശിക്ഷയേ അല്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അവഗണനയെ അവനൊരു പുഞ്ചിരിയോടെ നേരിട്ടു. അതുപോലെ കിച്ചു എന്നും ഗൗരിയെ ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ അവൻ അവളെ കാണാനും വരുമായിരുന്നു. അത് ആ അമ്മയ്ക്കും മകനും ഒത്തിരി സന്തോഷം നൽകിയിരുന്നു. കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ട മാതൃവാത്സല്യം അവൻ ആവോളം നുകർന്നുകൊണ്ടിരുന്നു. അമ്മ. കുഞ്ഞില്ലാത്തൊരു ദിവസം കിച്ചു ഗൗരിയുടെ മടിയിൽ കിടന്നുകൊണ്ട് വിളിച്ചതും അവൾ അവൻ്റെ തലമുടി വിരലോടിച്ചുകൊണ്ട് വിളി കേട്ടു. എന്താ കിച്ചൂട്ടാ? അമ്മ, ഞാൻ മുന്നേ ചോദിക്കണമെന്ന് കരുതിയതാ. എന്താ മോനെ? അന്ന് രാത്രി അമ്മ ആ സത്യപ്രതാപൻ്റെ അയാളുടെ അച്ഛൻ്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണെന്നല്ലേ വിഷ്ണു അങ്കിൾ പറഞ്ഞത്? അതെ. എന്താ കിച്ചു? അന്നമ്മ അവിടെ നിന്നും രക്ഷപ്പെട്ടപ്പോൾ മറ്റൊരു സ്ത്രീ അവിടെ കൊല്ലപ്പെട്ടു. അതും അമ്മയെപ്പോലെ തന്നെ ഗർഭിണിയായ സ്ത്രീ. അതാരായിരുന്നു അമ്മ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവളൊരു നിമിഷം മൗനം പാലിച്ചു. എന്താ അമ്മ? അമ്മയ്ക്ക് അറിയില്ലേ അതാരായിരുന്നു എന്ന്? അറിയാം, അത് അയാളുടെ ഭാര്യയായിരുന്നു, സത്യപ്രതാപൻ്റെ. വാട്ട്? അവൾ പറഞ്ഞത് കേട്ട് അവൻ നടുക്കത്തോടെ എഴുന്നേറ്റു. അവനത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സ്വന്തം ഭാര്യയായിരുന്നു അയാൾ? അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് മൂളി. പക്ഷേ എങ്ങനെയമ്മ? അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതിനവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയാൻ തുടങ്ങി. ആ കുട്ടി അയാളുടെ ഭാര്യയായിരുന്നുവെങ്കിലും അത് അയാൾക്ക് സംഭവിച്ചൊരു അബദ്ധം മാത്രമായിരുന്നു. നാട്ടിലുള്ള ഒട്ടുമിക്ക സ്ത്രീകളുമായിട്ടും ബന്ധമുള്ള അയാളുടെ വെറും ഒരു നേരമ്പോക്ക് മാത്രമായിരുന്നു ആ കുട്ടി. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു അവൾ, കാർത്തിക. അതായിരുന്നു അവളുടെ പേര്. സ്വന്തം എന്ന് പറയാൻ ഒരു മുത്തശ്ശി മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. സത്യപ്രതാപൻ്റെ മോഹന വാഗ്ദാനങ്ങളിൽ പാവം വീണുപോയി. എല്ലാവരോടും ചെയ്യുന്നത് പോലെ ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കാനിരുന്നപ്പോഴാണ് ആ കുട്ടി പ്രഗ്നൻ്റ് ആയത്. അതിലയാൾ പെട്ടുപോയി. ആ കുട്ടി അബോർഷന് സമ്മതിച്ചതുമില്ല. തന്നെ വിവാഹം ചെയ്തില്ല എങ്കിൽ അയാളുടെ പേരിൽ പരാതി കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ മറ്റു വഴികളൊന്നുമില്ലാതെ അയാൾക്ക് അവളെ രഹസ്യമായി വിവാഹം ചെയ്യേണ്ടി വന്നു. അവളുമായിട്ടുള്ള വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കില്ല എന്നും അതുകൊണ്ട് ഇപ്പോൾ രഹസ്യമായിട്ടൊരു താലി കെട്ടാമെന്നും അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കൂടെ കൂട്ടാമെന്നും അയാൾ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അവൾ അവൻ്റെ കൂടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ഞാനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് അവൾ അറിയുന്നത്. അതറിഞ്ഞ് അവൾ അയാളുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. പോലീസ് കേസായതും അയാൾക്ക് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അവളെ ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നു. അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു നിർത്തി. പിന്നെ അമ്മ അന്നെങ്ങനെ അയാളുടെ കയ്യിൽ ചെന്ന് പെട്ടത്? അല്പസമയത്തിന് ശേഷം കിച്ചു എന്തോ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു. അതിനവൾ അവനെ നോക്കിയ ശേഷം ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ എൻ്റെ പിന്നാലെ സത്യപ്രതാപൻ്റെ ഗുണ്ടകളും ഉണ്ടായിരുന്നു.
എങ്ങോട്ടെന്നറിയാതെ ലക്ഷ്യമില്ലാതെ നടന്ന എന്നെ അയാളുടെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയി ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അവിടെ ആ കുട്ടിയും ഉണ്ടായിരുന്നു. കൂടെ ഏറിയാൽ 6-7 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും. ആ സമയം ആ പെൺകുട്ടിയും ഗർഭിണിയായിരുന്നു. ആകെ ക്ഷീണിച്ച് എല്ലും തോലുമായിട്ടൊരു രൂപം. അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അമ്മയുടെ വയറിൽ കൈവച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞാവയ്ക്കൊരു സംരക്ഷണം പോലെ അവനിരുന്നു. ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവൻ എൻ്റെ വയറിലേക്ക് ഒന്ന് നോക്കി. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുമ്പോഴാണ് അയാൾ അകത്തേക്ക് കയറി വന്നത്. കൂടെ അയാളുടെ അച്ഛനെന്ന് പറയുന്ന നികൃഷ്ട ജന്മം രഘുവരനും. അവളുടെ മനസ്സിലേക്ക് അന്നത്തെ ഓർമ്മകൾ തെളിഞ്ഞു വന്നു. ആഹാ, നോക്കച്ച, രുദ്രദേവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗൗരിപ്രിയല്ലേ ഇത്? ചോ, എന്തു പറ്റി ഗൗരി? ആകെ ക്ഷീണിച്ചു പോയല്ലോ. രുദ്രൻ നിനക്ക് കാര്യമായിട്ടൊന്നും തരാറില്ലേ? വഷളച്ചിരിയോടെ അയാൾ പറഞ്ഞതും രഘുവരൻ അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിയൊന്ന് ചിരിച്ചു. അയാളുടെ വൃത്തികെട്ട നോട്ടം കണ്ടതും അവൾക്ക് അറപ്പ് തോന്നി. എന്താ ഗൗരി, നിനക്ക് അറപ്പ് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇനി ഒരുപാട് അറപ്പ് തോന്നുമല്ലോ. കാരണം ഇനി നീ ജീവിക്കാൻ പോകുന്നത് എൻ്റെ കൂടെയല്ലേ? അവൻ പുച്ഛത്തോടെ പറയുന്നത് കേട്ട് അവൾ അവനെ തുറിച്ചു നോക്കി. അത് കണ്ടതും അവനൊന്ന് ക്രൂരമായി പുഞ്ചിരിച്ചു. നിന്നെ ഞാൻ കൊല്ലില്ല ഗൗരി. കാരണം നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ആദ്യം നിന്റെ ഈ മാദക സൗന്ദര്യം അതെനിക്ക് ആവോളം ആസ്വദിക്കണം. അത് കഴിഞ്ഞ് നിന്നിൽ എനിക്കൊരു കുഞ്ഞിനെ വേണം. എന്തിനാണെന്നറിയോ? നിന്റെ ആ കിളവ മുത്തശ്ശ പരലോകത്തേക്ക് കെട്ടിയെടുക്കുന്നതിന് മുന്നേ അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് ജനിക്കുന്ന കുഞ്ഞിൻ്റെ പേർക്കാണ് എഴുതി വെച്ചത്. അപ്പോൾ ആ കുഞ്ഞ് എൻ്റെ രക്തത്തിൽ പിറക്കുമ്പോൾ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് സ്വന്തമാകില്ലേ? അവൻ വല്ലാത്തൊരു ചിരിയോടെ പറയുന്നത് കേട്ടതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നിന്റെ ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി ഗൗരി. നിന്നിൽ നിന്റെ രുദ്രന് ആദ്യം തന്നെ ഒരു കുഞ്ഞ് പിറന്നതിൻ്റെ അഹങ്കാരമല്ലേടി? എന്നാ കേട്ടോ, അതിൻ്റെ ആയുസ് തീരാൻ പോവുക. അധികം വൈകാതെ അവൻ്റെ ജീവന്റെ ഈ കൈകൾ കൊണ്ട് ഞാനിങ്ങി പറിച്ചെടുക്കും. അവൻ തൻ്റെ ഇരു കൈകളും നീട്ടിക്കൊണ്ട് അവളെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അതിനവൻ്റെ അച്ഛൻ്റെ പേര് രുദ്രദേവ് മേനോൻ എന്നാണ്. അവൻ്റെ രോമത്തിലെങ്കിലും നിന്റെ കൈ പതിച്ചാൽ പിന്നെ നിനക്ക് 2 കൈകളും ഉണ്ടാവില്ല. അവൾ ചുണ്ടുകൾ കൊട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ പാഞ്ഞു വന്ന് അവളുടെ കരണം താഞ്ഞടിച്ചു. ആ, ഒരു നിലവിളിയോടെ അവൾ സൈഡിലേക്കായി ചരിഞ്ഞതും ആ കുഞ്ഞു കരങ്ങൾ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ നിഷ്കളങ്കമായ കരുതലിൽ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ അവളുടെ നെറുകയിൽ പതിയെ തലോടി. മാറി നിൽക്കടാ. ഇതു കണ്ട് ദേഷ്യത്തോടെ അയാൾ ആ കുഞ്ഞിനെ പിടിച്ചു വലിച്ചെറിഞ്ഞു. മോനെ! ഗൗരിയും കാർത്തികയും ഒരുപോലെ നിലവിളിച്ചു. 2 പേരും ഒരുപോലെ അവൻ്റെ അടുത്തേക്ക് ഓടിയതും രഘുവരൻ കാർത്തികയുടെ മുടിക്കുത്തിനും പിടിച്ചു നിർത്തി. അപ്പോഴേക്ക് ഗൗരി അവൻ്റെ അടുത്ത് ചെന്ന് അവനെ തന്നോട് ചേർത്ത് നിർത്തി. എവിടേക്കാടി ഓടിപ്പോകുന്നത്? നിനക്കെൻ്റെ ഭാര്യയായിട്ട് വാഴണോ അല്ലേടി? കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വിളിച്ചുകൊണ്ട് അയാൾ അവളെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. അമ്മേ! അയ്യോ, എൻ്റെ അമ്മ! കുഞ്ഞാവ! ആ കുഞ്ഞ് അലറി കരഞ്ഞു. അവൻ ഓടിപ്പോയി അയാളുടെ കാലിൽ പിടിച്ചു. എൻ്റെ അമ്മയെ വിടും മുത്തശ്ശ, എൻ്റെ അമ്മ പാവമ്മ. ആരാടാ നിൻ്റെ മുത്തശ്ശൻ? എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേടാ? അവൻ അയാളുടെ കാലിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞതും അയാൾ അവനെ തൊഴിച്ചെറിഞ്ഞു. ഗൗരി വേഗം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആൻറ്റി, എൻ്റെ അമ്മ രക്ഷിക്കുക ആൻറ്റി, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു പോകും. അമ്മയുടെ വയറ്റിലെ കുഞ്ഞാവയും പോകും. അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് അവൾക്ക് നിസ്സഹായതയോടെ നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അവൾ അവനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നീ എന്താടി കരുതിയത്? ആജീവനാന്തം നിനക്ക് സത്യപ്രതാവിൻ്റെ പട്ടമഹിഷിയായിട്ട് വാഴാമെന്നോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലടി. ഇന്ന് ഇവിടെ തീരും നിൻ്റെ ഈ വിഷവിത്തിൻ്റെ ആയുസ്. 2 എണ്ണത്തിനെ ഇന്ന് കൊന്നിവിടെ കുഴിച്ചു മൂടും, ഒരു കുഞ്ഞു പോലും അറിയാതെ. ഇത്രയും നാൾ ഞാനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നടി. ഇന്നത് കിട്ടി. നാട്ടിലിപ്പോൾ നീ കണ്ടവനപ്പോൾ ഒളിച്ചോടിപ്പോയി വാർത്ത പറഞ്ഞിട്ടുണ്ടടി. രഘുവരൻ്റെ കയ്യിൽ നിന്നും അവളെ വലിച്ചു പിടിച്ച് അയാൾ അവളെ തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ട് ആക്രോശിച്ചു. അവനവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചമർത്തിയതും അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. വേദന കൊണ്ട് പുളയുമ്പോഴും അവളുടെ കണ്ണുകൾ ഗൗരിയോട് യാചിച്ചുകൊണ്ടിരുന്നു, തൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന്. ഗൗരി ചുറ്റിനും നോക്കിയതും പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. എല്ലാവരുടെയും ശ്രദ്ധ കാർത്തികയുടെ മേലായിരുന്നതിനാൽ ആരും തന്നെ അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ഗൗരി പതിയെ ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ പുറത്തേക്കിറങ്ങിയ ഉടനെ പുറത്തുനിന്നും ഡോർ ലോക്ക് ചെയ്തു. വാതിൽ അടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് എല്ലാവരും തിരിഞ്ഞു നോക്കിയത്. വാതിൽ തുറക്കടി! അവർ ആക്രോശിച്ചുകൊണ്ട് വാതിൽ തട്ടിക്കൊണ്ടിരുന്നതും ഗൗരി ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഓടി. കുറച്ചു ദൂരം പിന്നിട്ടതും പുറകിലൂടെ ആരൊക്കെയോ വരുന്ന ശബ്ദം കേട്ട് അവർ ഒരു മരത്തിൻ്റെ സൈഡിലായി ഒതുങ്ങി നിന്നു. മോനെ! അവൾ വിളിച്ചതും ആ കുഞ്ഞ് നിർവികാരതയോടെ അവളെ നോക്കി. മോനെ, ഇവിടെ നിന്ന് ഓടിപ്പോയ്ക്കോ, അവർ കണ്ടാൽ മോനെ കൊല്ലും. എൻ്റെ അമ്മ, കുഞ്ഞാവ! ആ കുഞ്ഞ് പതിയെ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഓ മോനെ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടും. ഓ, നിന്റെ അമ്മ അവസാനം വരെ നിന്റെ ജീവന് വേണ്ടിയാണ് കേണുകൊണ്ടിരുന്നത്. ചെല്ലു കുഞ്ഞാ. അപ്പോഴേക്ക് ആ ശബ്ദം അടുത്തേക്ക് വരുന്നത് കേട്ട് അവൾ കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി. ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി നിന്ന ശേഷം അവൻ പിന്നിലേക്ക് തിരിഞ്ഞോടി. കുറച്ചു നേരം അവൻ പോകുന്നത് നോക്കി നിന്ന ശേഷം അവൾ എതിർവശത്തേക്കും തിരിഞ്ഞോടി.
കുറേ ദൂരം ഓടിയതും ഒരു കാർ വന്ന് അവളെ തൊട്ടില്ല എന്ന മട്ടിൽ നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ വിഷ്ണുവിൻ്റെയും ശ്രീദേവിയുടെയും നല്ല മനസ്സുകൊണ്ട് അവൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. അപ്പോൾ ആ കുഞ്ഞ്? അറിയില്ല, രക്ഷപ്പെട്ടു എന്നുപോലും എനിക്കറിയില്ല. അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞു. അവൾ അവൻ്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു.